ഏറ്റവും ഒടുവിൽ നടന്ന കാര്യമാണ് നമുക്ക് അല്പം ആശ്വാസം തരുന്ന ഒരു വലിയ നേട്ടമായി നമുക്ക് പറയാൻ കഴിയുന്ന ഈ ബെയിലി പാലം അവിടെ തുറന്നു കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. അങ്ങോട്ടേക്ക് ഒരു മെഡിക്കൽ വാഹനം കടന്നു പോകുന്നത്, സൈന്യത്തിൻ്റെ മെഡിക്കൽ വാഹനം കടന്നു പോകുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. റെഡ് ക്രോസിൻ്റെ ആകാനും സാധ്യതയുണ്ട് ചിഹ്നം കൊണ്ട്. എന്തായാലും അവിടെ ഒരുപക്ഷെ പരിക്കേറ്റും മറ്റും കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യ പരിചരണം നൽകുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ചൂരൽമലയെയും മുണ്ടക്കൈയെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത്. രണ്ട് വശത്തു നിന്നുമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മഹേഷ്, എന്തൊക്കെ പ്രത്യേകതകൾ ഈ പാലത്തിനുണ്ട്? 24 ടൺ ഭാരം വരെ താങ്ങാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു പാലമാണിത്. അതോടൊപ്പം തന്നെ ഒരുപാട് കാലം ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസും അതുപോലെ തന്നെ മന്ത്രി കെ രാജനും ഇവിടെ ഉണ്ട്. അവർ ഇവിടെ ഈ സൈനികർക്ക് അവരെ ഹസ്തദാനം ചെയ്യുകയാണ്. കാരണം ഈ ഭാഗത്ത് നോക്കൂ, ഈ ഭാഗത്ത് ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കുറെ കൂടി വ്യക്തമായി കാണാം. അവിടെ മന്ത്രിമാർ സൈന്യത്തെ അഭിവാദ്യം ചെയ്യുകയാണ്. യെസ്, ഇതൊരു കാഴ്ചയാണ് പ്രമോദ്, ഇതൊരു കാഴ്ചയാണ്. കാരണം നമ്മൾ തളർന്നു നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളെ കൈ പിടിച്ചുയർത്തിയ 24 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഈ നിമിഷം എന്ന് മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി കെ രാജനും പറയുകയാണ്. മിനിസ്റ്റർ, രണ്ടുപേരോടും ഒരു ചോദ്യം. ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇനി എത്രമാത്രം നിർണായകമാണ് നമുക്ക് ഈ ബെയിലി പാലത്തിലുള്ള യാത്ര? ഇതേറെ സഹായകരമായി മാറി. രക്ഷാദൗത്യ പ്രവർത്തനത്തിന് ഏറെ സഹായകരമായി. പറഞ്ഞ സമയത്ത് പ്രതികൂല കാലാവസ്ഥയായിട്ട് പോലും വേഗത്തിൽ നടത്താനായി എന്നുള്ളതാണ്. അതിൽ ആർമി നല്ല നിലയിൽ ഇടപെട്ടു. ആർമിക്കൊപ്പം എല്ലാ ഫോഴ്സുകളും നിന്നു. അതുപോലെ ഇവിടുത്തെ പരിസരവാസികൾ എല്ലാവരും ഒരു ടീമായി നിന്ന് കാര്യങ്ങൾ ചെയ്തു. ഇനി ഇപ്പോൾ ആദ്യ വാഹനം പോയത് ഒരു മെഡിക്കൽ വാഹനമാണ്. അത്യാവശ്യം മരുന്നുകളും മറ്റും അവിടെ രക്ഷാപ്രവർത്തനത്തിലുള്ള ആളുകളുണ്ട്. ഇനി നമ്മുടെ സാധാരണ വാഹനങ്ങളും പോകും. അപ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടി വേഗം കൂട്ടും. അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി മുണ്ടക്കൈയിലേക്കുള്ള ഒരു യാത്രയും അതിന്റെ പ്രവർത്തനങ്ങളും? ഞങ്ങൾ ഇപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് ആലോചിച്ച് നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ ടൈമായി. ആ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സുരക്ഷിതരായിട്ടുണ്ട്. എന്നാൽ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്നവരുണ്ട്, അതുപോലെ തന്നെ ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. അവരുടെ പുനരധിവാസമുണ്ട്, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമുണ്ട്, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഒരു വിഷയമാണ്. ഇതൊക്കെ ഓരോന്നും ഘട്ടമായി ഉപസമിതി യോഗം ചേരുന്നുണ്ട്. പുനരധിവാസം സംബന്ധിച്ച് എന്തെങ്കിലും ഇന്നിപ്പോൾ ഞങ്ങൾ 7:30 മണിക്ക് ഉപസമിതി യോഗം കൂടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. പോയിരുന്നു മുണ്ടക്കയിൽ. എന്താണ് ഒരു സാഹചര്യം? അവിടെ വാക്കുകൾ കൊണ്ട് പറയുന്നതിൻ്റെ അപ്പുറത്താണ് അവിടുത്തെ ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രമോദ്. വലിയ മിനിസ്റ്റർ കെ രാജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, ഇതൊരു വല്ലാത്ത നിമിഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ സൈനികർ ഉണ്ടാക്കിയ നമുക്ക് കടക്കാൻ സാധിക്കില്ല എന്ന് കരുതിയ ഒരു വശത്തു കൂടി നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് അഭിവാദ്യങ്ങൾ ഞങ്ങൾ സൈന്യത്തിന് അർപ്പിച്ചത് ഈ മഹനീയമായ പ്രക്രിയയിൽ പങ്കാളിയാകാൻ നടത്തിയ പരിശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളിപ്പോൾ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മസ്ജിദിൻ്റെ അടുത്ത് ആ പ്രദേശങ്ങളെല്ലാം പോയി വരികയാണ് ഞങ്ങൾ മന്ത്രിമാരുടെ സംഘം. അത് കഴിയുമ്പോഴേക്കും ഇത് റെഡിയാകുമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞ നേരത്തിന് ഏതാണ്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ടൺ കണക്കിന് ഭാരം കയറ്റി വരുന്ന വണ്ടികൾ ഇനി അനിശ്ചിതം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ തന്നെ JCBയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എസ്കലേറ്ററുകളുമൊക്കെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. നാളത്തെ നാളത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൂടി വരുന്നതോടുകൂടി കൂടുതൽ തിരിച്ചറിയാൻ പറ്റാതെ പോയ ആളുകളെ ഇനിയും രക്ഷപ്പെടുത്താനാകും എന്നാണ് നമ്മൾ കരുതുന്നത്. അതാണ് പ്രമോദ്. രണ്ടുപേരും മന്ത്രിമാർ കേരളത്തിന് വേണ്ടി പറയുന്നത് സൈനികരോട് ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഈ നിമിഷം ഉള്ളത്. കാരണം നമ്മൾ തളർന്നു പോയൊരു നിമിഷമാണ്. ഈ ഭാഗത്തേക്ക് എത്തി രക്ഷാപ്രവർത്തനം നമ്മുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഒന്ന്
കണ്ണി ചിമ്മി തുറക്കുന്ന സമയം 24 മണിക്കൂർ. സൂര്യൻ അസ്തമിച്ച് വീണ്ടും ഉദിക്കുമ്പോൾ വീണ്ടും അസ്തമയത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കിവിടെ ഒരു പാലം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇപ്പോൾ രണ്ട് കരകളിലേക്കും നമുക്ക് അനുസ്യൂതം സഞ്ചരിക്കാം, വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല. വലിയ വലിയ ട്രക്കുകളും സൈനിക ട്രക്കുകളും മറ്റും ഇങ്ങോട്ടേക്ക് കയറി വരികയാണ്. ബെയിലി പാലം യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ഫൈസൽ, ഈ പാലം വരുന്നതോടുകൂടി ഫൈസലിന് നന്നായി അറിയാമല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു പാലമാണ്. ആ പാലം തകർന്നപ്പോഴാണ് പകരം നമുക്കിത് നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞത് നമ്മുടെ സൈന്യത്തിന്റെ മികവോടുകൂടി. എങ്ങനെയാണ് ഈ പാലത്തിലൂടെ ഇനി വാഹനങ്ങൾ കടന്നുപോയാൽ എത്രത്തോളം വേഗം ഇനി നമ്മുടെ തിരച്ചിൽ പ്രവർത്തനങ്ങൾക്കുണ്ടാകും? പ്രമോദ്, ദുരന്തമുണ്ടായി മൂന്നാമത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ദൗത്യത്തിന് വിജയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള പാലം തകർന്നു പോയത് കൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസം തുടക്കം മുതൽ തന്നെ വളരെയധികം അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ആ ഒരു പ്രയാസത്തിന് ഇപ്പോൾ പരിഹാരമാകുന്നു. കൂടുതലായിട്ടുള്ള വാഹനങ്ങളും അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ആർമിയുടെ മറ്റു മിഷണറീസ് ഒക്കെ നമുക്ക് ഇനി മുണ്ടക്കൈയിലേക്ക് അതിവേഗം എത്തിക്കാൻ കഴിയുമെന്നുള്ളത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. മറ്റുള്ള ഒരു കാര്യം നമുക്കറിയാം, മുണ്ടക്കൈ ഭാഗത്തെ രക്ഷാപ്രവർത്തകർക്കുള്ള ഈ ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന മറ്റു വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇതുവരെ കടന്നു പോയിരുന്നത്. എന്നാൽ അതിനെല്ലാം വലിയ മാറ്റം ഉണ്ടാകുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നാളെ മുതൽ ഊർജിതമായ അല്ലെങ്കിൽ അത്രയും സംവിധാനത്തോടു കൂടി തന്നെ നമുക്ക് രക്ഷാപ്രവർത്തനം തുടരാൻ കഴിയുമെന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു വാർത്തയുമുണ്ട്. അതുമാത്രമല്ല, ഈ ഭാഗത്ത് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്ന ആളുകളെ അല്ലെങ്കിൽ അവിടെ നിന്ന് വീടുകളിൽ നിന്ന് കണ്ടെത്തുന്ന ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാനും വലിയ പ്രയാസമായിരുന്നു അനുഭവിച്ചിരുന്നത്. ഈ ഒരു പാലം യാഥാർത്ഥ്യമാകുന്നതുകൂടി അത്തരം പ്രയാസങ്ങൾക്കും വലിയ മാറ്റമുണ്ടാകും. അതിവേഗം ആംബുലൻസുകൾക്കും മറ്റും ആ മുണ്ടക്കൈയിൽ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. നേരത്തെ മഹേഷ്